ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള സമയം, ആ സമയത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് സാധ്യമാകുന്നത്രയും നല്ല മനസ്സോടുകൂടി നല്ലത് മാത്രം സംസാരിച്ച് സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരലോകം ലക്ഷ്യമാക്കി നമ്മുടെ പ്രയാണം തുടരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദുർ റഹ്മാനുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി ഈയിടെ നടന്ന പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ആ പ്രസ്താവനയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഈ ബംഗാളിൻ്റെ, പശ്ചിമ ബംഗാളിൻ്റെ മണ്ണ്, ഈ ഭൂമി ഒരിക്കലും കഅബയുടെ മണ്ണാക്കി തീർക്കാൻ അനുവദിക്കുകയില്ല. ഇതായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സൂചിപ്പിക്കുന്നത്? ഒന്നുകിൽ അജ്ഞത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പേടി പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അദ്ദേഹം അങ്ങനെ പ്രസ്താവിച്ചത്. അജ്ഞത കൊണ്ട് തന്നെ ആയിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എന്താണ് കഅബയുടെ യഥാർത്ഥ സന്ദേശം? ഇതിനെ സംബന്ധിച്ച് നമുക്ക് ബോധവാന്മാരാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. കഅബ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ക്യൂബ് എന്നാണ്. ഗണിതശാസ്ത്രത്തിൽ അങ്ങനെയാണല്ലോ. ഒരു സമചതുരം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാണ്ട് മറ്റർത്ഥങ്ങളൊന്നും അതിനില്ല. ഒരു ദീർഘചതുരം, ഏകദേശം 4 വശങ്ങളും ഒരുപോലെ, ഒരേ അളവ്. ഇതിനാണ് അറബി ഭാഷയിൽ കഅബ് എന്ന് പറയുന്നത്. ഇതാണ് കഅബ എന്ന നാമത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് ആ കെട്ടിടം, അതിൻ്റെ ഘടന കണ്ടാൽ തന്നെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഒരു ലക്ഷ്യമല്ല എന്നുള്ളതും നമുക്കറിയാം. കഅബ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും ലക്ഷ്യമല്ല. അത് വിശ്വാസികൾക്ക് ഒരു ദിശ നിർണയിക്കുന്ന കേന്ദ്രമാണ്, ഖിബ്ലയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ, ഏതൊരു പ്രവർത്തനത്തിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടാകുമല്ലോ. അപ്പം അതുപോലെ ദിശ നിർണയിക്കാൻ ഒരു വഴികാട്ടി എന്ന രൂപത്തിൽ മാത്രമാണ് ഈ ഘടനയെ വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ മറ്റൊരു പ്രത്യേകതയും അതിനില്ല എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്.
വലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. എല്ലാ സമുദായത്തിനും ഒരു ദിശാകേന്ദ്രമുണ്ട്. ഇതും അതുപോലെ വിശ്വാസികൾക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനുള്ള ഒരു ദിശാകേന്ദ്രമാണ്. ഇത് ഖുർആൻ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കഅബയുടെ മറ്റൊരു പേര് അൽ ബൈത്തുൽ അതീഖ് എന്നാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. എഴുത്തക്ക് നമ്മളെല്ലാവരും നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലുള്ള പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹു എൻ്റെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമേ, സ്വതന്ത്രനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അൽ ബൈത്തുൽ അതീഖ്, ഇതിന് ഖുർആൻ പണ്ഡിതന്മാരൊക്കെ വിശദീകരണം കൊടുത്തിട്ടുള്ളത്, അതീഖ് എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് പുരാണമായ, അതിപുരാണമായ ഒരു ഭവനം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. ഖുർആൻ തന്നെ അതിൻ്റെ നിർവചനം പറയുന്നു, അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനം. ആ അർത്ഥത്തിൽ പുരാതനമായ എന്നൊരർത്ഥം അതിനുണ്ട്. എന്നാൽ ആധുനിക പൗരാണികരും ആയിട്ടുള്ള മുഫസ്സിറുകളിൽ ഭൂരിഭാഗവും ഇതിന് അർത്ഥം കൊടുത്തത് അൽ ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നൽകുന്ന ഗേഹം എന്നാണ്. എഴുത്തക്ക് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ വചനത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പദം അല്ലാഹുമ്മ അഅ്തിഖ്നി, അതിൽ നിന്നുള്ള പദമാണ് എഴുത്തക്ക്, സ്വാതന്ത്ര്യം. ഹുർറ്, മനുഷ്യന് അവനെ വരിഞ്ഞു മുറുക്കിയ എല്ലാ മാമൂലുകളിൽ നിന്നും, ചങ്ങലകളിൽ നിന്നും, അന്ധമായിട്ടുള്ള ധാരണകളിൽ നിന്നും, വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കാനുള്ള ഒരു ഗേഹം. അവൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ തരം ദൈവേതര ശക്തികളിൽ നിന്നുള്ള മോചനം. ഇത് അൽ ബൈത്തുൽ അതീഖ്. അവൻ്റെ എല്ലാ താല്പര്യങ്ങളും ഇച്ഛകളും മോഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ അതിനൊക്കെ ഇലാഹാക്കി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ജാഹിലിയ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഈ വർത്തമാന കാലഘട്ടത്തിലും അത്തരം ആളുകളെ കാണാൻ കഴിയും. അപ്പം ഏതൊരു ഘട്ടത്തിലും ഷിർക്കിൽ നിന്നുള്ള മോചനം, സ്വതന്ത്രനാക്കുക മനുഷ്യനെ എന്ന അർത്ഥത്തിലും പണ്ഡിതന്മാർ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ഈ സ്വതന്ത്രമായ ഗേഹത്തെ, ഈ പൗരാണികമായ ഗേഹത്തെ അവർ തവാഫ് ചെയ്യട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കഅബ നമുക്കെല്ലാവർക്കും അറിയാം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് കൂടുതൽ ഇസ്സത്തും അഭിമാനവും, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വർണ്ണവെറിയിൽ നിന്ന് മോചനം, എല്ലാ തരത്തിലുള്ള സങ്കുചിത താല്പര്യങ്ങളിൽ നിന്ന്, വിഭാഗീയതയിൽ നിന്ന്, വംശീയതയിൽ നിന്നൊക്കെയുള്ള മോചനം, ഇത് ഈ അൽ ബൈത്തുൽ അതീഖ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. അതുകൊണ്ടായിരിക്കാം ഹിജ്റയുടെ 8-ാം വർഷം മക്ക വിജയത്തിൻ്റെ ആ സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ഈ കഅബയുടെ മുകളിലേക്ക് കയറ്റുന്നത്. അടിമയായിരുന്നല്ലോ. ഹുറായതിനു ശേഷം, സ്വതന്ത്രനായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ അംഗീകാരം, ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് ഉമറുൽ ഫാറൂഖിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നിർത്തിയിട്ട് അവരൊക്കെ ദേഹത്തിലൂടെ, കൈകളിലൂടെ, ദേഹത്തിലൂടെ ചവിട്ടി റസൂലുള്ളാഹി ഒരു ചരിത്രരേഖയിൽ അങ്ങനെയും കാണാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് പോലും ഒരു കാൽ വെച്ചുകൊണ്ട് ഒരു താങ്ങ്, അതനുസരിച്ച് അതുകൊണ്ടാണ് അത് ഊന്നിക്കൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത്.
അതിനർത്ഥം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള വർണ്ണത്തെയും അതുപോലെ തന്നെ ആഢ്യതയെയും വിഭാഗീയതയെയും ഇവിടെ ഇല്ലാതാക്കുന്നു. അത്തരമൊരു സന്ദേശവും ഈ കഅബ നൽകുന്നുണ്ട്. നമ്മുടെ ഹാജിമാരൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെയായി ഹജ്ജിൻ്റെ സമാപ്തി കുറിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധികളായി മക്കയിൽ എത്തിയിട്ടുള്ള ആളുകൾ തവാഫുൽ ഇഫാദക്ക് വേണ്ടി കഅബയിലേക്ക് ഒഴുകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അവസാനം കഅബയോട് വിടവാങ്ങുന്നതിന് വേണ്ടി എനിക്ക് മോചനം കിട്ടിയ ശിർക്കിൽ നിന്ന്, എൻ്റെ എല്ലാ പിഴച്ച ധാരണകളിൽ നിന്ന് എന്നെ മനുഷ്യനാക്കി തീർത്ത അതിൻ്റെ പ്രതീകമായ അതിൻ്റെ റബ്ബുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി അവസാനത്തെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനായ ഈ തവാഫുൽ ഇളാഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് പോലുമില്ല. അത്രയും നിർബന്ധപൂർവം വിശ്വാസികൾ ഒഴുകിക്കൊണ്ട് ആ തവാഫ് ചെയ്യാൻ പോകുന്ന സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കഅബയെ സംബന്ധിച്ച് ഇതൊരിക്കലും ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കാനാണ് സന്ദേശം നൽകുന്നത്. ജനങ്ങളെ അകറ്റി നിർത്തുവാനോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാനോ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുവാനോ ഒരിക്കലും ഈ ഗേഹം സാക്ഷിയായിട്ടില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ആ കഅബയുടെ മുകളിലേക്ക് മറ്റാളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല കയറ്റിയത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലത്തും മനുഷ്യരുടെ ആശാകേന്ദ്രം കൂടിയാണ്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ് വഅംന, നിർഭയത്വവും ആശാകേന്ദ്രവുമായിട്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഗേഹത്തെ നാം ആക്കിയിരിക്കുന്നു. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. ഈ ആയത്ത് നാം പലപ്പോഴും ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ കേൾക്കാറുള്ള ആയത്ത് കൂടിയാണ്. ഇത് ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ചിതറിക്കടന്നിരുന്ന ആളുകളെ മുഴുവൻ യോജിപ്പിക്കുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിശ്വാസികളായിട്ടുള്ള പ്രതിനിധികളെ മുഴുവൻ ഈ പ്രദേശത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു പ്രതീകം കൂടിയാണല്ലോ ഈ കഅബ. ഇനി എത്തിപ്പെടാത്ത ആളുകൾ നമ്മൾ പോലും ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ദിവസം 5 സമയവും ഇതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് നമ്മുടെ ആശാകേന്ദ്രമാണ്, ദിശ നിർണയിക്കുന്ന ഒരു പ്രതീകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നതും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഏകീകരിപ്പിക്കുക, അവനൊരു കൊടിക്കീഴിൽ കൊണ്ടുവരിക, ഐക്യബോധവും സൗഹാർദ്ദവും സൃഷ്ടിക്കുക എന്ന മഹത്തായ ലക്ഷ്യവും ഇതിന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് ഖുറൈശിൽ ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വർത്തമാനങ്ങൾ സൂചിപ്പിച്ചത്. അവിടെ പ്രത്യേകം പറഞ്ഞത് ഈ കഅബയല്ല, ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഗേഹത്തിൻ്റെ റബ്ബാണ് നമ്മുടെ ലക്ഷ്യം, ഈ ഗേഹമല്ല, ഈ സമചതുരത്തിലുള്ള ഈ കെട്ടിടമല്ല ലക്ഷ്യം. ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൻ്റെ ഗേഹത്തിൻ്റെ റബ്ബിനാണ് നമ്മുടെ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതം മുഴുവൻ ഇബാദത്താക്കാൻ ശ്രമിക്കുകയും ആ ഇബാദത്ത് മുഴുവൻ ഈ റബ്ബിനാണ് നൽകേണ്ടത് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊച്ചു സൂറത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഹിജാസിൽ ചിതറിക്കിടന്നിരുന്ന ഖുറൈശികളെ മുഴുവൻ ഏകീകരിച്ചു. ഇന്നത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ സൗദി അറേബ്യ, അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഒരു പ്രദേശമായിരുന്നു പഴയകാല ചരിത്രങ്ങൾക്ക് അറിയപ്പെടുന്ന ഹിജാസ്. ഖുറൈശികളാകട്ടെ ഹിജാസിൻ്റെ പല ഭാഗത്തും ചിതറിക്കിടന്നിരുന്ന ആളുകളാണ്.
അവരുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടോ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വിജനമായ പ്രദേശമായിരുന്നല്ലോ, സസ്യം പോലും മുളക്കാത്ത പ്രദേശം. അപ്പം ആളുകളൊക്കെ ഇങ്ങനെ ചിതറി നടന്നിരുന്നൊരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാക്കളിൽപ്പെട്ട ഖുസയ്യ് ഇബ്നു കിലാബും അബ്ദു മനാഫുമൊക്കെ ഇതിൻ്റെ നേരത്തെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള പരിചാരകരായിരുന്നു. അതിനെ പരിചരിച്ചിരുന്നതും അതിനെ നോക്കിയിരുന്നതും അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതൊക്കെ ഈ പ്രപിതാക്കളായിരുന്നു. അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ ഒരു മോഹം കൂടിയായിരുന്നു ഖുസയ്യ് ഇബ്നു കിലാബും അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദു മനാഫുമൊക്കെ. ഇവിടെയുള്ള ജനങ്ങൾ, ആ പ്രദേശത്തുള്ള ഖുറൈശികളെ മുഴുവൻ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരികയും ഈ ഖുറൈശികൾക്കാകട്ടെ ഇതിൻ്റെ നേതൃത്വം, ഇതിൻ്റെ പരിചരണം, ഇതിൻ്റെ പരിപാലനം, ഇവിടുത്തെ ആളുകളെല്ലാം ഇതിന് കേന്ദ്രമായിട്ട് വരണം, ഇതൊരു കച്ചവട കേന്ദ്രമായിട്ട് മാറണം. അങ്ങനെ ആളുകൾ പല ദിക്കിൽ നിന്നും കച്ചവടത്തിന് വേണ്ടി വരുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ ഉപജീവനത്തിനുള്ള മാർഗമായി അവർക്ക് സമൃദ്ധി ഉണ്ടാകും. മാത്രമല്ല, കലഹപ്രിയരായിട്ടുള്ള ആളുകളെ ഏകീകരിക്കുക എന്ന് പറയുന്നത് കൊള്ളക്കാരും അതുപോലെ തന്നെ ധൂർത്തും മറ്റുള്ള പിടിച്ചുപറിക്കാരുമായിരുന്ന ആളുകളെ മുഴുവൻ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് ബോധവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയും കൂടി അവരുടെ അജണ്ടയിലുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊരു നിർഭയത്വം നൽകുക, അതുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുറൈശ് എന്ന സൂറത്തിൽ പറയുന്നുണ്ട്. ലിഇലാഫി ഖുറൈശിൻ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ്. ഈ ഗേഹത്തിൻ്റെ ഉടമ, ഇതിൻ്റെ റബ്ബ്, പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സഹായങ്ങൾ നൽകിയവനാണ്. ചിതറിക്കടന്നിരുന്ന ആളുകളെ മുഴുവൻ ഏകീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന്, അവിടെ കച്ചവടക്കാരെ കൊണ്ടുവന്ന് അവിടെ ഒരു നാഗരികത സൃഷ്ടിച്ച് ഉപജീവനത്തിലുള്ള മാർഗങ്ങൾ, മാത്രമല്ല ഇവിടെയുള്ള ചരക്കുകൾ നിർഭയമായിട്ട് പല പ്രദേശത്തേക്കും കൊണ്ടുപോകാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ, ഈ കഅബയുടെ പരിചരക്കാരാണ്, പരിപാലകരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പൊതുവെ ജനങ്ങൾ കൊടുക്കുന്നൊരു മാന്യത, ഒരു അഭിമാനബോധം, ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത് ഈ കഅബയുടെ റബ്ബാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമനഹും മിൻ ഖൗഫ്, നിങ്ങൾ ഭയപ്പാടിലായിരുന്നു, അതിൽ നിന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു മോചനം നൽകി. അതുകൊണ്ട് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൻ്റെ റബ്ബിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, ഇത്രയും സേവനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ട് നന്ദിയുള്ളവരാണെങ്കിൽ ഈ ഗേഹത്തിൻ്റെ റബ്ബിനെ നിങ്ങൾ പരിപൂർണമായും നിങ്ങൾ അംഗീകരിക്കണം. ഇബാദത്ത് മുഴുവൻ റബ്ബിന് നൽകണമെന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്ത് ഖുറൈശ് എന്ന് പറയുന്നത്. അപ്പോൾ കഅബ നൽകുന്ന ആ പ്രതീകം, മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം നിർഭയത്വത്തിൻ്റെ സന്ദേശമാണ്. ഭീതി ഉണ്ടാക്കലോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കലോ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കലോ അല്ല. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരുടെ സമൃദ്ധി, അവർക്ക് വിഭവങ്ങൾ നൽകുവാൻ, ഉപജീവനത്തിനുള്ള ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും സൃഷ്ടിച്ചെടുക്കാൻ ഒക്കെ ഈ കഅബ നൽകുന്ന ഒരു സന്ദേശമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഉളുഹിയ്യത്ത്, മാംസം അറുത്ത് വിതരണം ചെയ്യുകയുണ്ടായി. ഇതുകൂടി ദരിദ്രരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വഅത്ഇമു മിൻഹൽ ബാഇസൽ ഫഖീർ, ദരിദ്രരായ അവശരായ ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നും ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ, ഈ ബലിപെരുന്നാളിൻ്റെ ഈദുൽ അദ്ഹയുടെ ഒരു ലക്ഷ്യം മാംസാഹാരം നൽകി അവരെ സംതൃപ്തരാക്കുക. ഈദുൽ ഫിത്തറിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു അവർക്ക് സസ്യാഹാരം നൽകിയിട്ട് അവരെ സംതൃപ്തരാക്കുക.
മനുഷ്യനെന്ന് പറയുന്നത് രണ്ട് സംസ്കാരവും. ഈദുൽ ഫിത്റിലൂടെ സസ്യാഹാരത്തിന് പ്രൊമോട്ട് ചെയ്യുന്നു, ധാന്യങ്ങൾ നൽകിക്കൊണ്ട്. എന്നാൽ ഈദുൽ അദ്ഹയിലൂടെ മാംസാഹാരം പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ മാംസാഹാരവും മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും അവൻ്റെ ഭക്ഷ്യ സംസ്കാരത്തിൽപ്പെട്ടതാണ്. ഇത് ഏത് ഭക്ഷിക്കണമെന്ന് മനുഷ്യൻ്റെ ചോയ്സാണ്. ഇത് ഏതെങ്കിലും ഭരണകൂടമോ ഭരണാധികാരം നിയന്ത്രിക്കേണ്ടതല്ല എന്നുകൂടി ഈ പ്രതീകം കഅബ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു സന്ദേശവും ലോകത്തിന് നൽകുന്നു എന്നുള്ളത് കൂടിയാണ് നാം ഇത്തരം സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും വലിയൊരു അമാനത്ത് വിശ്വാസ്യത, പരസ്പര വിശ്വാസം, ഇതും ഈ കഅബയുടെ സന്ദേശമാണ്. നമുക്കറിയാം, ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കഅബയുടെ താക്കോൽ നൽകുന്ന സന്ദർഭമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുരാതന കാലഘട്ടത്തിലെ സൂക്ഷിപ്പുകാരായ ബനു ശൈബ ഗോത്രമായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. അതിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലായിരുന്നു താക്കോൽ കഅബയുടെ. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവശ്യപ്പെടുമ്പോഴേക്ക് അദ്ദേഹം നിരസിച്ചിരുന്നു. ഇപ്പോൾ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത് സതറാ ഹാദൽ മിഫ്താഹ യൗമൻ ഫീ യദി സഅല്ലാഹു ഹൈസു ശിഅ്തു. ഈ താക്കോൽ ഒരു ദിവസം ചിലപ്പോൾ എൻ്റെ കയ്യിൽ വന്നേക്കാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകളുടെ പക്കലായിരിക്കും ഞാനിത് നൽകുക. സഅല്ലാഹു ഹൈസു ശിഅ്തു, ഇങ്ങനൊരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പിന്നീട് മക്ക വിജയത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ താക്കോൽ യഥാർത്ഥ ആളുകൾക്ക് അതിൻ്റെ ഉസ്മാൻ ഇബ്നു ത്വൽഹയ്ക്ക് വിതരണം ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ താക്കോൽ കൈക്കലാക്കുന്നതിന് വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പലരും ശ്രമിച്ചിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ അലിയിൻ്റെ കയ്യിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോഴേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇടപെട്ടത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ചെയ്യരുത്. ഇവിടെ പരസ്പര വിശ്വാസമാണ്. അത് ഇസ്ലാമിൻ്റെ മുമ്പും ജാഹിലിയ കാലഘട്ടത്തിലും മനുഷ്യൻ എന്ന രൂപത്തിൽ മനുഷ്യത്വത്തെ അംഗീകരിക്കുക, പരസ്പര വിശ്വാസം. ആ വിശ്വാസ്യത തകർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ആ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് നാം മനസ്സിലാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, യാ ത്വൽഹ ഖുദൂഹാ ഖാലിദതൻ വ താലിദതൻ. ത്വൽഹ, നിങ്ങൾ തന്നെ ഇത് സൂക്ഷിക്കുക. ഒരാളും ഇത് നിങ്ങളില്ല യൻസഉഹാ മിൻകും ഇല്ലാ ളാലിമുൻ. ഒരു സ്വേച്ഛാധിപതിക്കല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ സാധ്യമാവുകയില്ല. ഉമവി കാലഘട്ടത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അബ്ദുൽ മലിക്കിൻ്റെ ഗവർണറും വലിയ സ്വേച്ഛാധിപതിയും ഒക്കെ ആയിരുന്നല്ലോ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പോലും പറയുന്നുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറയുന്നത്, നിങ്ങൾ ആ കഅബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അത് നമ്മുടെ അധികാരമാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അത് ഏൽപ്പിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പോലും പറയുന്നത്, ലാ അകുനു ളാലിമൻ ബിനസ്സിർ റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഈ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവൻ സ്വേച്ഛാധിപതിയായിരിക്കും, ളാലിമായിരിക്കും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പോലും പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് കഅബ എന്ന് പറയുന്നത്, ഇത് പശ്ചിമ ബംഗാളിലെ അന്നത്തെ പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം സൂചിപ്പിച്ചത്. ഒരിക്കലും ഈ കഅബയുടെ മണ്ണ്, മക്കയുടെ ഭൂമി വിഭാഗീയത സൃഷ്ടിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. മനുഷ്യൻ്റെ ഐക്യവും അതുപോലെ അവൻ്റെ അഭിവൃദ്ധിയും ഒരു രാജ്യത്തിൻ്റെ നിർഭയത്വവും ശാന്തിയും, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ, നിർഭയമായ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ ഈ പ്രദേശത്തുണ്ടാകണം എന്ന് തന്നെയാണ് ഈ കഅബ ലോകത്തുള്ള വിശ്വാസികൾക്ക്
നൽകിയിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു അപരാധം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ സൂചിപ്പിച്ചു വരുന്നത്, ഈ വിഗ്രഹാരാധനയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്നാൽ ഈ കഅബ അവിടെ നിങ്ങൾ കണ്ടിട്ടില്ല, അവിടെ ശിലാപൂജയാണല്ലോ നടക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ ശിലാപൂജ നടക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇതും അജ്ഞതയുടെ ജഹാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതും സൂചിപ്പിക്കുന്നത്. നമുക്കൊന്നേ അന്നും പറയാനുള്ളൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകം വിശ്വാസികളായ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നും പറയുന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, ഇന്നി ആലമു അന്നക ഹജറുൻ ലാ തളുറു വലാ തൻഫഉ. എനിക്കറിയാം ഇത് ഒരു കല്ല് മാത്രമാണ്, ഇതുകൊണ്ട് യാതൊരു ഉപകാരമോ ഉപദ്രവമോ നൽകുവാൻ സാധിക്കുകയില്ല എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്നാണ് തവാഫ് തുടങ്ങിയത്. അതിനെ തൊട്ടിട്ടുണ്ട്, അതിനെ ചുംബിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഓരോ വിശ്വാസികളും ഇത് തന്നെയാണ് ഹജറുൽ അസ്വദിനെ കാണുമ്പോൾ പറയുന്നതും. ഇതുകൂടി നാം മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഒക്കെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇതല്ല ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഗേഹത്തിൻ്റെ റബ്ബാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ള നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു ദൈവാരാധന ഒരു കേന്ദ്രമാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരന്മാരുടെ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ പ്രതിഷ്ഠയോട് ഏതെങ്കിലും ഒരു ഭക്തന് പറയാൻ സാധിക്കുമോ? പ്രതിഷ്ഠയെ ചൂണ്ടിയിട്ട് ഇത് യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആ ഹൈന്ദവ സഹോദരന്മാരിൽപ്പെട്ട ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്നാൽ ഉമറുൽ ഫാറൂഖ് എല്ലാ വിശ്വാസികളും ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശിലാപൂജയല്ല നടക്കുന്നത്, അതിന് അവിടെ നിന്നൊരു അടയാളം മാത്രമാണ്. തവാഫ് ചെയ്യുന്നതിനാൽ അതിനെ തൊട്ടുകൊണ്ട് അവിടെ തവാഫ് ആരംഭിക്കുന്നു. ഇത് തൊടാൻ സാധിക്കാത്തവർക്ക് ഒരു ഇഷാറ, ഒരു ആംഗ്യം കാണിച്ചാലും മതി എന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നതിന് നമുക്ക് കാണാൻ കഴിയും. ഒക്കെ നമ്മൾ റബ്ബാണ് നമ്മുടെ ആശാകേന്ദ്രം. കഅബ സന്ദർശിക്കുമ്പോഴൊക്കെ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅളീമൻ വമഹാബതൻ, അല്ലാഹുമ്മ സിദ് മൻ ശറഫഹു വകറമഹു ഔ ഹജ്ജഹു ഔ ഇഅ്തമറഹു തശ്രീഫൻ വതഅളീമൻ. ഇത് നമ്മൾ സാധാരണ കഅബ കാണുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണല്ലോ. അവിടെയും എന്താ പറയുന്നത്? ഈ അള്ളാഹുവിനോട് പറയാണ്, ഈ കഅബ സന്ദർശിക്കുന്ന ഹാജിമാർ, ഇവിടെ ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ, ഇവർക്കൊക്കെയും പടച്ചവനെ നീ നൽകി. അല്ലാഹുമ്മ സിദ് മിമ്മൻ ഹജ്ജഹു അവ ഇഅ്തമറഹു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന, ഉംറ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അല്ലാഹു നീ തശ്രീഫ് നൽക്. നീ അവർക്ക് അംഗീകാരവും അവർക്ക് ഇസ്സത്തും അഭിമാനവും അതുപോലെ തന്നെ മനഃശക്തിയും അതുപോലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ കരുത്തും പടച്ചവനെ നീ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നതും ഈ കഅബയോടല്ല, അള്ളാഹുവോടാണ്. അപ്പം ഇതൊരു ദിശാ കേന്ദ്രം മാത്രമാണ്, ഇതൊരു പ്രതീകം മാത്രമാണ് എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നമ്മുടെ പ്രതിയോഗികളുടെ അജ്ഞതകൾക്ക് യഥാവിധി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തിലുള്ള നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെയും ഇത്തരം കഅബയുടെ യഥാർത്ഥ സന്ദേശം, ഹജറുൽ അസ്വദിൻ്റെ യഥാർത്ഥ സന്ദേശം അത് പ്രചരിപ്പിക്കുവാനുമൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് 1-2 ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാര്യമാർക്ക് പള്ളിയിൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ, അതുപോലെ മക്കൾ പോലും, അപ്പോൾ അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ആജിലായ ശിഫയും സിഹത്തും ആഫിയത്തുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ,
നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും വളരെ വിൽ പവറോടുകൂടി അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു.